ഒക്ടോബർ 31 ഹാലോവിൻ ഈവ്. ആത്മാക്കളുടെ ലോകവും ഭൂമിയും തമ്മിലുള്ള അതിർവരമ്പ് വളരെയധികം നേർത്തു പോകുന്ന രാത്രി. ദുരാത്മാക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നുള്ള വിശ്വാസം. ഹാലോവിൻ ആഘോഷത്തിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ UK-യിലും നോർത്തേൺ ഫ്രാൻസിലും അയർലൻഡിലൊക്കെ ആയിട്ട് ആഘോഷിച്ചിരുന്ന സാംഹെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള കെൽറ്റിക് ഫെസ്റ്റിവൽ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് കെൽറ്റിക് എന്ന ഗോത്രവർഗം ആഘോഷിച്ചിരുന്ന വിളവെടുപ്പ് ഉത്സവം. വേനൽക്കാലവും വിളവെടുപ്പ് കാലമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ കടുത്ത ശൈത്യകാലമായി, അതായത് കറുത്ത തണുത്ത രാത്രികൾ. അങ്ങനെ ഒക്ടോബർ 31 വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ ആത്മാക്കളെയും ഓടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ആത്മാക്കളെ തിരിച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെയുള്ള ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 1 ക്രിസ്ത്യൻസ് ഓൾ സെയിൻസ് ഡേ ആഘോഷിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ഓൾ ഹാലോസ് ഡേ എന്നാണ്. സ്വാഭാവികമായിട്ട് ഒക്ടോബർ 31 എന്ന് പറയുമ്പോൾ ഓൾ ഹാലോസ് ഈവ് ആയി. ഹാലോ ഈവ് പിന്നീട് ഹാലോവീനായി മാറി. നവംബർ 2 ഓൾ സോൾസ് ഡേ, അതായത് മരിച്ചവരെ ഓർക്കുന്ന ദിവസം ക്രിസ്ത്യൻസ് ആചരിക്കുന്നത്. അങ്ങനെ പലരും ഇതും കൂടി ഈ ആഘോഷത്തിലേക്ക് അങ്ങ് കൂട്ടി. ഇതും കൂടാതെ പംകിൻ കാർവിംഗ് സ്റ്റോറിയും കൂടെ ഉണ്ട്. അതായത് വേറൊരു കഥാപാത്രമുണ്ട്, സ്റ്റിങ്കി ജാക്ക്. മത്തങ്ങ കാർവ് ചെയ്യുന്നതും മത്തങ്ങയുടെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചത് കണ്ടിട്ടില്ലേ? ഹാലോവിൻ ട്രഡീഷൻ്റെ മറ്റൊരു പ്രത്യേകത ജാക്ക് ഓ ലാന്റേൺസ്. ഐറിഷ് ട്രഡീഷനിൽ നിന്നാണ് ഈ ഒരു കഥ വരുന്നത്. ഇഞ്ചി ജാക്ക് എല്ലാവരെയും പറ്റിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പറ്റിച്ച് അയാൾ ഡെവിളിനെ വരെ പറ്റിക്കാൻ തുടങ്ങി. അവസാനം മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് നരകത്തിലും സ്വർഗത്തിലും ഒന്നും ഇടം കിട്ടിയില്ല. ഒക്ടോബർ 31 സ്റ്റിഞ്ചി ജാക്കും മറ്റ് ആത്മാക്കളൊക്കെ ഭൂമിയിലേക്ക് വരും, അലഞ്ഞു നടക്കും എന്നാണ് വിശ്വാസം. അവരെ കൺഫ്യൂസ് ചെയ്യിക്കാനും വീട്ടിലേക്ക് വരാതിരിക്കാനും പേടിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. കഴിഞ്ഞില്ല, ഇനിയുണ്ട് ഒരു ആചാരം കൂടി, ട്രിക്ക് ഓർ ട്രീറ്റിംഗ്. മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ കൊടുക്കണമെന്നാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കുട്ടികളൊക്കെ വീടുകൾ തോറും കയറിയിറങ്ങും, അതും ആത്മാക്കളുടെ വേഷത്തിൽ തന്നെ. ഹാലോവിൻ എന്ന് പറഞ്ഞാൽ കുറേ രാജ്യങ്ങളുടെയും കൾച്ചേഴ്സിൻ്റെയൊക്കെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന, എന്നാൽ ഇപ്പോൾ കോസ്റ്റ്യൂം ഫീൽഡ് സെലിബ്രേഷനും ട്രിക്ക് ഓർ ട്രീറ്റും ഒക്കെ ആയിട്ട് UK, അയർലൻഡ്, ഫ്രാൻസ്, കാനഡ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ ഉടനീളം ആഘോഷിച്ചു വരുന്നു. ഇതിലിപ്പോൾ ഒരു സംശയം മാത്രം ബാക്കി, ആത്മാക്കൾ മനുഷ്യരെ കണ്ട് പേടിക്കുകയാണോ അതോ മനുഷ്യർ ആത്മാക്കളെ കണ്ട് പേടിക്കുകയാണോ? ഓരോ രൂപങ്ങൾ ഉണ്ടല്ലേ, ഇതൊക്കെ മത്തങ്ങകൾ തന്നെയാണ്. ഈ രൂപമൊക്കെ കണ്ട എന്തായാലും ആ വഴിക്ക് ആത്മാക്കൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.